നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിലും തമിഴിലുമെല്ലാം ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ഗൗരി കിഷൻ. മലയാളിയാണെങ്കിലും ഗൗരി കിഷനെ തേടി ആദ്യം എത്തിയതൊരു തമിഴ് സിനിമയാണ്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെ എത്തിയ ആ സിനിമ മലയാളികളുടെ മനസ്സ് കീഴടക്കി. വിജയ് സേതുപതിയും തൃഷയും തകർത്ത് അഭിനയിച്ച സി പ്രേംകുമാറിന്റെ 96 സിനിമയിൽ നായിക ജാനുവിന്റെ കൗമാര മുഖമായിരുന്നു ഗൗരിയുടേത്. ആ വേഷം ലഭിച്ചത് ഓഡീഷനിലൂടെയായിരുന്നുവെന്ന് ഗൗരി പറയുന്നു. 5 റൗണ്ട് ഓഡീഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഉടനെ ഒന്നും തിരഞ്ഞെടുപ്പിന്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. ഒടുവിൽ കോളേജിൽ ബിരുദ കോഴ്സിന് പോയി മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന അറിയിപ്പെത്തിയത്. ആദ്യ ചിത്രത്തിലെ അഭിനയം തന്നെ ശ്രദ്ധിക്കപ്പെട്ടതോടെ തമിഴിലും തെലുങ്കിലുമായി ഒട്ടേറെ ചിത്രങ്ങൾ തേടിയെത്തി. ജീവിതത്തിൽ ഒന്നുചേരാനാവാതെ പോയ ജാനുവിന്റെയും റാമിന്റെയും പ്രണയകഥ അനശ്വരമാക്കിയതിൽ വിജയ് സേതുപതിക്കും തൃഷയ്ക്കുമൊപ്പം ഗൗരിക്കും ആദിത്യനും വലിയൊരു പങ്കുണ്ട്. എന്നാൽ ജാനും റാമും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. റാമും ജാനുവും പാരലൽ യൂണിവേഴ്സിൽ എന്ന ക്യാപ്ഷനോടെ ഗൗരി പങ്കുവച്ച ചിത്രങ്ങൾ പ്രേക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഗൗരിയും ആദിത്യയുമാണ് ചിത്രങ്ങളിൽ കാണാനാവുക. ഇവർ വിവാഹിതരായോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. എന്നാൽ ഈ ചിത്രങ്ങൾ ഇരുവരുടെയും പുതിയ സിനിമയിൽ നിന്നുള്ളതാണ്. ഹോട്ട്സ്പോട്ട് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ ചിത്രങ്ങളാണിവ. വിഘ്നേഷ് കാർത്തിക്കിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണിത്. ജാനു എന്ന കഥാപാത്രം പലരുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. തങ്ങളുടെ ആദ്യ പ്രണയത്തെയാണ് അവർ ജാനുവിലൂടെ കണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ കാണുന്നത്. പക്ഷെ എന്റെ ജീവിതം അതുപോലെയല്ല, അതൊരു കഥാപാത്രമായിരുന്നു. പലരും കരുതിയിരുന്നത് ആ കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നുവെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അത്രയും വിശ്വസനീയമായി ചെയ്യാൻ സാധിച്ചുവല്ലോ എന്ന് കരുതി. പക്ഷെ കമന്റുകളിൽ കാണുന്നത് അസഹിഷ്ണുതയാണെന്നും അതിനാൽ താനതിനെ ഗൗനിക്കാറില്ലെന്നും ഗൗരി പറയുന്നു. തന്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും കമന്റുകൾ വായിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. പക്ഷേ ഞാനതിനെ മറുപടി നൽകി അതിനെ വലുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നടി പറഞ്ഞിരുന്നത്. ഗ്ലാമർ എന്തിനാണ്, സിനിമ കിട്ടാനാണോ എന്തൊക്കെ ചോദിക്കുന്നത്? അത്തരം കമന്റുകൾ തനിക്ക് മാത്രമല്ല മിക്ക നടിമാർക്കും ലഭിക്കാറുണ്ടെന്നും ഗൗരി പറയുന്നു. സോഷ്യൽ മീഡിയ ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ്. നമ്മൾ നമ്മളെ തന്നെ അവതരിപ്പിക്കുകയാണ്. അത് എങ്ങനെയാകണം എന്നത് നമ്മളുടെ ചോയ്സ് ആണെന്നും ഗൗരി പറയുന്നു. താൻ സോഷ്യൽ മീഡിയയ്ക്ക് മുഖ്യ പരിഗണന നൽകുന്ന ഒരാളല്ല. താനൊരു ഇൻഫ്ലുവൻസർ അല്ല, നടിയാണ്. സോഷ്യൽ മീഡിയയെ പണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട്, അതൊരു തെറ്റല്ല. പക്ഷേ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അഭിനേത്രി എന്ന നിലയിലാണെന്നും ഗൗരി വ്യക്തമാക്കി. നെഗറ്റിവിറ്റിയെ തന്നെ ബാധിക്കാൻ അനുവദിക്കാറില്ല. വല്ലാതെ അപമാനിക്കുന്ന തരത്തിലാണെങ്കിൽ താൻ ബ്ലോക്ക് ചെയ്യുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യും. സൈബർ സ്പേസിൽ എന്ത് വേണമെങ്കിലും പറയാമെന്ന് കരുതുന്നവരുണ്ട്. ഫേക്ക് അക്കൗണ്ടുകളിലൂടെ അബ്യൂസുകൾ നേരിടുന്നവർ നിരവധിയുണ്ട്. അതെന്തായാലും ഫൈറ്റ് ചെയ്യണം. അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമാണെന്നും ഗൗരി പറയുന്നു. എന്നാൽ വ്യക്തിപരമായി തന്നെ അതൊന്നും ബാധിക്കാറില്ല എന്നും ഗൗരി പറയുന്നു. അതേസമയം നിരവധി ചിത്രങ്ങൾ നടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഒരു സർക്കാർ ഉൽപ്പന്നം ആണ് ഗൗരിയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത മലയാള ചിത്രം. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. നടിയുടെ പ്രകടനത്തിനും കയ്യടികൾ ലഭിച്ചിരുന്നു. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.